വൈ ഐ എസ് ഈസ് ഇറ്റ് വർത്ത് പ്രിപ്പയറിംഗ് എന്നുള്ളൊരു ചോദ്യം കാണുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ടാവും എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. ആക്ച്വലി ഈ ഒരു ടോപ്പിക്ക് വരാനുള്ള കാരണം ഈ ഒരു പ്രധാനമന്ത്രിയുടെ എക്കണോമിക് അഡ്വൈസറിൽ നിന്നുള്ള ഈ ഒരു അഭിപ്രായമാണ്. യു പി എസ് സി പ്രിപ്പറേഷൻ ഇസ് എ വേസ്റ്റ് ഓഫ് ടൈം, മൾട്ടിപ്പിൾ അറ്റംപ്റ്റ്സ് ഇൻ യു പി എസ് സി ഇസ് എ വേസ്റ്റ് ഓഫ് ടൈം എന്ന് പ്രധാനമന്ത്രിയുടെ എക്കണോമിക് അഡ്വൈസർ ആയിട്ടുള്ള സഞ്ജീവ് സന്യാൽ അദ്ദേഹം ഒരു പോഡ്കാസ്റ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനെ തുടർന്ന് പലതരത്തിലുള്ള ചോദ്യങ്ങൾ ഉദ്യോഗാർത്ഥികൾക്കിടയിൽ തന്നെ ഉണ്ടാവാറുണ്ട്. ഇത്രയും ഉയർന്ന ഒരു പദവിയിലുള്ള ഒരാൾ യു പി എസ് സി പ്രിപ്പറേഷൻ അല്ലെങ്കിൽ യു പി എസ് സി സിവിൽ സർവീസ് എക്സാമിൻ്റെ പ്രിപ്പറേഷൻ ഒരു വേസ്റ്റ് ഓഫ് ടൈം ആണെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ള രീതിയിൽ ചർച്ചകൾ വന്നിട്ടുണ്ട്. ആക്ച്വലി ഇത് വലിയൊരു 45 മിനിറ്റ് നേരമുള്ള ഒരു പോഡ്കാസ്റ്റ് ആണ്. ആ ഒരു പോഡ്കാസ്റ്റിന്റെ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് കാണുമ്പോൾ അദ്ദേഹം എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളും യു പി എസ് സി സിവിൽ സർവീസ് എക്സാമുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ചും IAS എന്ന് പറയുന്ന ഭൂരിഭാഗം ആൾക്കാരുടെ ഡ്രീം പോസ്റ്റുമായി ബന്ധപ്പെട്ട കുറച്ച് റിയാലിറ്റീസ് ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. ചിലപ്പോൾ ഈ വീഡിയോ കുറച്ച് ലെങ്തി ആയി പോവാം, പക്ഷേ യു പി എസ് സി സിവിൽ സർവീസ് എക്സാം ക്ലിയർ ചെയ്യണം, IAS ആകണം എന്ന് നിങ്ങളുടെ മനസ്സിൽ ചെറിയൊരു ആഗ്രഹമെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോ കാണാതെ പോരുത്, മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. കാരണം എന്താണ് IAS, എന്താണ് നിങ്ങളുടെ ജോബ് റോള്, എന്താണ് നിങ്ങൾ ഇതിലൂടെ ചെയ്യാൻ ശ്രമിക്കുന്നത് എന്നുള്ളത് നിങ്ങളെ മനസ്സിലാക്കി തരുവാണ്. പലപ്പോഴും നിങ്ങൾ IAS ആവണം എന്ന് മാത്രമേ ആഗ്രഹിച്ചിട്ടുണ്ടാവുള്ളൂ. IAS ആയിട്ട് എന്ത് ചെയ്യണമെന്നോ അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ ജോലി എന്നതിനെക്കുറിച്ചോ നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടാവണം എന്നില്ല. അപ്പം ആക്ച്വലി ഈ ഒരു സെഷനിൽ നമ്മൾ അതാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പം നമ്മൾ അവസാനം എന്താണ് നിങ്ങൾ യു പി എസ് സി സിവിൽ സർവീസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ടോ, ആ ഒരു പ്രിപ്പയർ ചെയ്യുന്നത് വേർത്തി ആണോ എന്നുള്ള ഒരു തീരുമാനം നിങ്ങൾക്ക് തന്നെ ആലോചിച്ചിട്ട് എടുക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. അപ്പം നമുക്ക് ഈ ഒരു സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈ യു സ്റ്റാർട്ടഡ് പ്രിപ്പയറിംഗ് ഫോർ യു പി എസ് സി എന്നുള്ളതാണ്. എന്താണ് വൈ യു സ്റ്റാർട്ടഡ്, എന്തുകൊണ്ടാണ് നിങ്ങൾ യു പി എസ് സി പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തത് എന്നുള്ളതാണ്. അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് IAS ആവണം എന്നുള്ള ആഗ്രഹമുള്ളതാണ്. ഇത് പല ആൾക്കാർക്ക് പല കാരണങ്ങളാണ്. ഒരുപാട് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരുമായിട്ട് സംസാരിച്ചതിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റും. ഒന്ന്, നമുക്ക് കിട്ടുന്ന പല തരത്തിലുള്ള മോട്ടിവേഷൻസ് ആണ്. ഒരു മോട്ടിവേഷൻ എന്ന് പറയുന്നത് പണ്ടൊക്കെ മൂവീസ് എന്നുള്ള മോട്ടിവേഷൻ വന്നിട്ടുണ്ട്. ചിലപ്പോൾ പണ്ട് മമ്മൂട്ടീനെ ഒക്കെ കണ്ടിട്ടുണ്ടാവും കലക്ടറായിട്ട്, അല്ലെങ്കിൽ സുരേഷ് ഗോപിനെ IPS ആയിട്ട് കണ്ടിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നമ്മളെ വിക്രമാദിത്യൻ സിനിമയിൽ ആരും പ്രതീക്ഷിക്കാത്ത ഒരു കംബാക്കുമായിട്ട് ദുൽഖർ സൽമാന്റെ ആ ഒരു ചിത്രം നിങ്ങളുടെ മനസ്സിലാണ്. അപ്പോൾ മൂവീസ് എന്നുള്ള ഇൻസ്പിറേഷൻ പലപ്പോഴും ജീവിതത്തിൽ നമ്മൾ പിന്നോട്ടം പോകുന്നു, അല്ലെങ്കിൽ ജീവിതത്തിൽ നമ്മളെ എല്ലാവരും വില വയ്ക്കുന്നില്ല എന്നൊക്കെ കരുതുമ്പോൾ അതിൽ നിന്നും ഒരു വലിയ കംബാക്ക് വരാനുള്ള ഒരു അവസരമായിട്ട് ഇത്തരത്തിലുള്ള IAS പോലുള്ള പോസ്റ്റുകളെ കാണുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ മൂവീസ് എന്നുള്ള ഇൻസ്പിറേഷൻ കിട്ടിയ ആൾക്കാർ ഒരുപാടാറുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്കും അത്തരത്തിലൊരു ഇൻസ്പിറേഷൻ വന്നിട്ടുണ്ടാവാം. അല്ലെങ്കിൽ രണ്ടാമത്താണ് സോഷ്യൽ അക്സെപ്റ്റൻസ് അല്ലെങ്കിൽ സൊസൈറ്റൽ അക്സെപ്റ്റൻസ് എന്ന് പറയുന്നതായിട്ടുള്ളത്. അതായത് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ വീട്ടിലായിക്കോട്ടെ, കുടുംബത്തിലായിക്കോട്ടെ, അല്ലെങ്കിൽ ഫാമിലിയിലായിക്കോട്ടെ, അല്ലെങ്കിൽ ചുറ്റുപാടും ഒക്കെ ആയിക്കോട്ടെ, നിങ്ങളൊരു IAS ആവുക എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് ഭയങ്കര കാര്യമാണ്. അതെ, അവനൊരു IAS കാരനാണ്, അവനൊരു IPS കാരനാണെന്ന് പറയുമ്പോൾ ഭയങ്കര വിലയാണ് സമൂഹത്തിൽ. കാരണം നിങ്ങൾക്ക് ഇതുവരെ നിങ്ങളുടെ സമൂഹത്തിൽ നിന്ന് അങ്ങനെ ഒരു വിലയൊന്നും കിട്ടിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ നിങ്ങളെ ഒരു സാധാരണക്കാരൻ എന്നുള്ള രീതിയിലേ കണക്കാക്കിയിട്ടുണ്ടാവുള്ളൂ. ചിലപ്പോൾ നിങ്ങൾക്ക് സമൂഹത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു നെഗ്ലക്റ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ അതിൽ നിന്നൊക്കെയുള്ള ഒരു കംബാക്ക് വരാൻ വേണ്ടിയിട്ട് സമൂഹം എന്നെ അക്സെപ്റ്റ് ചെയ്യുക, സമൂഹം എന്നെ ഞാനൊരു വിജയിയാണെന്ന് അക്സെപ്റ്റ് ചെയ്യുക, സമൂഹം എന്നെ ബഹുമാനിക്കുക തുടങ്ങിയിട്ടുള്ള ആശയങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിലാവും. അതായത് സമൂഹത്തിന് മുമ്പിൽ എനിക്കിതൊക്കെ പറ്റും എന്ന് കാണിക്കുക, അല്ലെങ്കിൽ ആ ഒരു സൊസൈറ്റൽ അക്സെപ്റ്റൻസിന് വേണ്ടിയിട്ടുള്ള ഒരു വഴിയായിട്ട് ചിലപ്പോൾ നിങ്ങൾ IASനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടാവാം. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ജോബാണ്, അല്ലെ, ഒരു ജോലിയാണ്. എന്തായാലും ഒരു ജോലി ചെയ്യണം വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ എന്തുകൊണ്ട് ഈ ഒരു ചെറിയ ജോലിക്കൊക്കെ നോക്കണം, ഒരു ക്ലറിക്കൽ പോസ്റ്റിലേക്കൊക്കെ നോക്കണം. അപ്പോൾ വൈ വി ഹാവ് ടു ലുക്ക് ഫോർ എ ലോവർ ജോബ്? നമുക്ക് എയിം ചെയ്തുകൂടെ ഒരു ടോപ്പ് ലെവൽ ജോബ് തന്നെ എയിം ചെയ്തുകൂടെ? ഇപ്പൊ ഇന്ത്യയിലെ ബ്യൂറോക്രസിയിലേക്കുള്ള അല്ലെങ്കിൽ ഈ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റത്തിലേക്കുള്ള ഏറ്റവും ടോപ്പ് ലെവൽ എൻട്രി പോസ്റ്റ് ആണ് IAS എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ജോബിന്, ആ ഒരു പോസ്റ്റിലേക്ക് കയറാം, അതിനനുസരിച്ചുള്ള സാലറിയും ഉണ്ടാവുമല്ലോ. നമ്മൾ ചെറിയ ക്ലർക്കിൻ്റെ ഇതിൽ സാലറി കയറിയിട്ട് 25,000 രൂപ സാലറി കിട്ടുന്നതിനേക്കാൾ നല്ലതല്ലേ ഒരു IAS കാരൻ്റെ പോസ്റ്റ് കയറിയിട്ട് വലിയ തുക സാലറി കിട്ടുന്നത് എന്നുള്ളത്. അങ്ങനെ ഒരു ചിന്തയുള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ ഇത് മൂന്നും, ഒന്ന് മോട്ടിവേഷൻ, രണ്ടാമത്തത് സൊസൈറ്റൽ അക്സെപ്റ്റൻസ്, മൂന്നാമത്തത് ജോബുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഇനി നാലാമത് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്, അതായത് ഇതൊരു അഡ്മിനിസ്ട്രേറ്റീവ് പോസ്റ്റ് ആണല്ലേ. അപ്പോൾ ഒരു അഡ്മിനിസ്ട്രേറ്റ് ആവുക അല്ലെങ്കിൽ ഒരു IAS കാരനാവുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക്
സമൂഹത്തിലേക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൂടെ, അതായത് സമൂഹത്തിലേക്ക് ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്തുകൂടെ എന്ന് ചിന്തിക്കുന്ന ആൾക്കാണ്. വിദ്യാഭ്യാസത്തിൽ കോൺട്രിബ്യൂട്ട് ചെയ്തുകൂടെ, അല്ലെങ്കിൽ സ്പോർട്സിൽ കോൺട്രിബ്യൂട്ട് ചെയ്തുകൂടെ, അല്ലെങ്കിൽ മറ്റ് മേഖലകളിൽ നമുക്ക് അറിയുന്ന മറ്റ് മേഖലകളിൽ നമ്മുടേതായിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ കൊണ്ടുവരും. കാരണം IASകാരും IPSകാരൊക്കെ ഒരുപാട് പ്രോഗ്രാമുകൾ കൊണ്ടുവരും, പോളിസികൾ ഉണ്ടാക്കും. അപ്പോൾ അതിലൊക്കെ നമ്മളുടെ കാഴ്ചപ്പാടുകൾ കൊണ്ടുവരാൻ വേണ്ടി പറ്റില്ല, സമൂഹത്തിലൊരു മാറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, സമൂഹത്തിലൊരു സോഷ്യൽ ചേഞ്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളെ കൊണ്ട് സാധിക്കും. സാധാരണ ഒരു ക്ലറിക്കൽ പോസ്റ്റിലോ അല്ലെങ്കിൽ ഒരു ബിസിനസ്സുകാരനോ അല്ലെങ്കിൽ ഒരു എഞ്ചിനീയറോ ഒക്കെ ആയിട്ട് സാധാരണ പോലെ വർക്ക് ചെയ്യുവാണെങ്കിൽ എന്താവില്ല, ഈ ഒരു സോഷ്യൽ ചേഞ്ച് നമുക്ക് അങ്ങനെ പെട്ടെന്ന് ഒരു ഗവൺമെന്റ് തലത്തിൽ കൊണ്ടുവരാൻ പറ്റുന്നില്ല. ഗവൺമെന്റ് തലത്തിൽ കൊണ്ടുവരണമെങ്കിൽ നമ്മളൊരു അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് അല്ലെങ്കിൽ ഒരു IASകാരനൊക്കെ ആയിട്ട് മാറേണ്ടതായിട്ടുണ്ട്. ഇനി കുറച്ച് ആൾക്കാർ ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പവർ എന്നുള്ള ഒരു കാഴ്ച, അല്ലെങ്കിൽ പവർ, അല്ലെങ്കിൽ നമ്മൾ കാണുന്ന ബെനിഫിറ്റ്സ് എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാരാണ്. അതായത് ഒരു IASകാരനാകുമ്പോൾ ഒരു കാറ് കിട്ടും, ഒരു ഡ്രൈവറെ കിട്ടും, ഒരു ഗൺമാനൊക്കെ ഉണ്ടാവും, ഭയങ്കര പവർഫുള്ളായി. അതുപോലെ തന്നെ നമ്മൾ കാറിലൊക്കെ വന്നിറങ്ങുമ്പോൾ നമ്മുടെ ഇത് തുറന്ന്, അതായത് ഡോറ് തുറന്ന് നമ്മളെ ഇറക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സല്യൂട്ട് ചെയ്യുന്നുണ്ടാവും ആൾക്കാർ. അതുപോലെ തന്നെ എവിടെ പോയി കഴിഞ്ഞാലും നിങ്ങൾക്കൊരു പ്രത്യേക സ്ഥാനം ഉണ്ടാവും. ഏത് മീറ്റിങ്ങിൽ പോയാലും എവിടെ പോയാലും ഒരു സ്പെഷ്യൽ പ്രിവിലേജ് കിട്ടുന്നുണ്ടാവും, ഒരു പ്രിവിലേജ് ആയിട്ടുള്ള ഒരു രീതിയായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു പവർ, ബെനിഫിറ്റ്സ്, അതുപോലെ തന്നെ കുറച്ച് ഡിസ്ക്രിഷണറി പവേഴ്സ് ഉണ്ട്. ഇപ്പോൾ കൊടുത്ത നിർദ്ദേശങ്ങൾ പാലിക്കുന്നില്ലെങ്കിൽ അതിനെ പിടിച്ചെടുക്കാൻ വേണ്ടി, അതിനെ അടച്ചുപൂട്ടാൻ വേണ്ടിയുള്ള നിർദ്ദേശങ്ങളൊക്കെ. അപ്പോൾ കുറച്ച് പവർഫുൾ ആയിട്ടുള്ള ഒരു പോസ്റ്റാണ്. അപ്പോൾ ആ ഒരു പവറിനെ ആഗ്രഹിച്ച് IAS ആവണം എന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ്. അല്ലെങ്കിൽ ഒരു ബംഗ്ലോ കിട്ടും, അല്ലെങ്കിൽ ഒരു കാറ് കിട്ടും, അപ്പോൾ അത്തരത്തിലുള്ള ഒരു പ്രിവിലേജ്ഡ് ആയിട്ടുള്ള പോസ്റ്റിലേക്ക് വരണമെന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവും. ഇനി ചില ആൾക്കാർ ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു വ്യത്യസ്തമായിട്ടുള്ള ഫീൽഡാണ്. അതായത് ഒരു അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ റോള് എന്ന് പറയുന്നത് ഫിക്സഡ് റോളല്ല. ഉദാഹരണത്തിന് നിങ്ങൾ ആദ്യം ചിലപ്പോൾ ഒരു സബ് കളക്ടർ ആയിട്ടായിരിക്കും ഉണ്ടാവുക, പിന്നെ നിങ്ങൾ വേറൊരു ജില്ലയിലെ ഡിസ്ട്രിക്ട് കളക്ടറായിട്ട് മാറും, പിന്നെ നിങ്ങൾ വിവിധ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ MDമാരായിട്ട് മാറും. അപ്പം നിങ്ങൾ ചിലപ്പോൾ ആദ്യം MD ആയി മാറുന്നത് ഒരു എഞ്ചിനീയറിംഗ് കമ്പനിയുടേതായിരിക്കാം, സ്റ്റേറ്റ് ഗവൺമെന്റിന് കീഴിലുള്ള ഒരു PSU കീഴിലായിരിക്കാം. അപ്പോൾ അവിടുത്തെ കാര്യങ്ങൾ പഠിക്കും. അതിനുശേഷം നിങ്ങൾ റബ്ബർ ബോർഡിലേക്കായിരിക്കാം ചിലപ്പോൾ വരുന്നുണ്ടാവുക. അതിനുശേഷം നിങ്ങൾ കോയർ ബോർഡിലേക്കാണ് ചിലപ്പോൾ വരുന്നുണ്ടാവുക. അല്ലെങ്കിൽ അടുത്തത് നിങ്ങൾ വേറെ ഏതെങ്കിലും ഷിപ്പിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പൊതുമേഖലാ സ്ഥാപനത്തിന്റെ MD ഒക്കെ ആയിട്ടായിരിക്കും. അപ്പോൾ വ്യത്യസ്ത മേഖലകളിൽ ജോലി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരം കിട്ടുവാണ്. അതായത് പ്യൂർലി അഡ്മിനിസ്ട്രേറ്റർ അല്ല, നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് PSUസിന്റെ അതിന്റെ വർക്കുകൾ പഠിക്കേണ്ടി വരും. റബ്ബറിന്റെ ഡെവലപ്മെന്റ്, കയറിന്റെ കാര്യം, കേരളത്തിന്റെ കേസാണെങ്കിൽ ഷിപ്പിങ്ങിൽ വർക്ക് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് വ്യത്യസ്ത മേഖലകളിൽ വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഓരോന്നിലെയും ഡ്യൂറേഷൻ ഒരു 2 to 3 years ഒക്കെ ആയിരിക്കും. ചിലപ്പോൾ അതിനേക്കാൾ കുറവായിരിക്കും, ചിലപ്പോൾ അതിനേക്കാൾ കൂടി പോവാം. അപ്പോൾ ഡിപ്പെൻഡ്സ് അപ്പോൾ നിങ്ങളുടെ പെർഫോമൻസ് അതിനനുസരിച്ച് വാരി ചെയ്യും. അപ്പോൾ അഡ്മിനിസ്ട്രേറ്റർ എന്ന രീതിയിൽ വ്യത്യസ്ത മേഖലകളിൽ നിങ്ങൾക്ക് ജോലി ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളൊരു അഡ്വാൻറ്റേജ് ഈ ഒരു IAS എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് നിങ്ങൾ കയറുവാണെങ്കിൽ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് കോമൺ ആയിട്ട് നമ്മൾ ആൾക്കാർ പറഞ്ഞു കേൾക്കുന്നതായിട്ടുള്ള കുറച്ച് കാഴ്ചപ്പാടുകൾ എന്തുകൊണ്ടാണ് IAS എന്നുള്ളത്. അപ്പം നിങ്ങൾ എന്തുകൊണ്ടാണ് IAS എന്ന് തിരഞ്ഞെടുത്തതെന്ന് നിങ്ങളുടെ മനസ്സിൽ എന്തായാലും ഒരു ഉത്തരം ഉണ്ടാവും. അപ്പം ഇതിൽ ഏതെങ്കിലും ആയിരിക്കും ചിലപ്പോൾ ഉത്തരം ഉണ്ടാവുക, അല്ലെങ്കിൽ ഇതിലല്ലാത്ത ഏതെങ്കിലും ഒരു ഉത്തരം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അത് കമന്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. താഴെ കമന്റ് ചെയ്യുക. അപ്പം നമുക്കും അറിയാം എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് IAS ആവേണ്ടത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങളൊരു IASകാരനാവാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ നമുക്കിപ്പോൾ മനസ്സിലായി എന്തുകൊണ്ടാണ് നിങ്ങളൊരു IASകാരനാവാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഇനി നമുക്ക് നോക്കാം നിങ്ങളുടെ ആഗ്രഹം ശരിക്കും മീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റാണോ IAS എന്നുള്ളത്. ഇതൊക്കെ നമ്മുടെ ആഗ്രഹമാണ്, നമ്മൾ കണ്ടിട്ടും കേട്ടിട്ടും ഒക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ട് നമ്മൾ ആഗ്രഹിക്കുകയാണ് ചെയ്യുന്നത്. നമ്മളുടെ ആഗ്രഹം മാത്രമാണ് ഇത് ശരിക്കും സാധിക്കുമോ എന്നുള്ള കാര്യം നമ്മൾ ഇതുവരെ ചിന്തിച്ചിട്ടില്ല. ഇതൊക്കെ സാധിക്കുമോ എന്നുള്ള കാര്യം നമ്മൾ ഇതുവരെ ചിന്തിച്ചിട്ടില്ല. അപ്പം നമുക്ക് ആക്ച്വലി നോക്കാം IAS. നമുക്ക് ആദ്യം ഇതൊരു ജോബ് എന്ന പെർസ്പെക്റ്റീവിലേക്ക് നോക്കാം. ഒരു ജോബ് എന്ന രീതിയിൽ നമ്മൾ പറഞ്ഞു ബ്യൂറോക്രസിയുടെ ഏറ്റവും ഹയർ പോസ്റ്റുകളിലേക്കുള്ള എൻട്രി ലെവൽ പോസ്റ്റാണ് IAS എന്ന് പറയുന്നതായിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും ഈ എക്സാം UPSCയുടെ എക്സാം ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ LBSNAയിൽ ലബാസ്നയിൽ ട്രെയിനിങ്ങിന് പോകും. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങളെ ഏതെങ്കിലും ഒരു കേഡർ അലോക്കേറ്റ് ചെയ്ത് ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്, ഇപ്പോൾ കേരളത്തിലേക്കാണ് നിങ്ങൾക്ക് അലോക്കേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കേരളത്തിലേക്ക് പോസ്റ്റ് ചെയ്യും. കേരളത്തിൽ മിക്കവാറും നിങ്ങളെ ഏതെങ്കിലും ഒരു ജില്ലയിൽ സബ് കളക്ടർ പോസ്റ്റിലേക്കായിരിക്കും അപ്പോയിന്റ് ചെയ്യുന്നതായിട്ടുള്ളത്. ഒരു സബ് കളക്ടർ പോസ്റ്റിലേക്ക് വരും. അപ്പോൾ ഈ സബ് കളക്ടർ പോസ്റ്റിലേക്ക് ആദ്യത്തെ 1 മുതൽ 4 വർഷമൊക്കെ നോർമലി വർക്ക് ചെയ്യും. അതിനുശേഷം നിങ്ങൾ ചിലപ്പോൾ ഒരു ഡിസ്ട്രിക്ട് കളക്ടർ ആവാം, ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് കളക്ടർ ആവാം. അവിടെയും നിങ്ങൾ ചിലപ്പോൾ 1 മുതൽ 3 വർഷമൊക്കെ വർക്ക് ചെയ്യാം. അപ്പോൾ ഇത്ര വരെ എല്ലാ ആൾക്കാർക്കും അറിയാം. സബ് കളക്ടർ ആവും, ഡിസ്ട്രിക്ട് കളക്ടർ ആവും. കാരണം ഇത് എല്ലാവരും കണ്ടിട്ടുണ്ട്.
ഇതിന് ശേഷം എന്താണ് എന്നുള്ള ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഭൂരിഭാഗവും പോകുന്നത് സെക്രട്ടറി ലെവൽ പോസ്റ്റുകളിലേക്കാണ്. അതായത് ഡെപ്യൂട്ടി സെക്രട്ടറി പോലുള്ള പോസ്റ്റുകൾ, പിന്നെ അവിടെ നിന്ന് മേലോട്ട് വിവിധ ജോയിന്റ് സെക്രട്ടറി, അങ്ങനെ അഡീഷണൽ സെക്രട്ടറി എന്നൊക്കെ പറഞ്ഞ് അങ്ങ് പോകും. മറ്റു കുറച്ച് ആൾക്കാർ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പോകുന്നത് വിവിധ PSUസിന്റെ ഡയറക്ടേഴ്സും മാനേജിങ് ഡയറക്ടേഴ്സും ഒക്കെ ആയിട്ട് പോവുകയും ചെയ്യും. അപ്പൊ ഇങ്ങനെയാണ് ഏകദേശം ഒരു ഫ്ലോ വരുന്നതായിട്ടുള്ളത്. അവസാനം ചീഫ് സെക്രട്ടറി അല്ലെങ്കിൽ ക്യാബിനറ്റ് സെക്രട്ടറി പോലുള്ള സംസ്ഥാനത്തെ ഏറ്റവും അഡ്മിനിസ്ട്രേഷന്റെ അല്ലെങ്കിൽ ബ്യൂറോക്രസിയുടെ ടോപ്പ് ലെവൽ പോസ്റ്റിലേക്ക് എത്തിയിട്ട് റിട്ടയർ ചെയ്യുകയും ചെയ്യും. അപ്പൊ ജോബ് എന്ന് ചിന്തിക്കുമ്പോൾ ഒരു ജോബ് പ്ലസ് ഇത് ജോബ് സെക്യൂരിറ്റി, അതായത് ഹൈ പേയിങ് ആയിട്ടുള്ള ഒരു ജോബാണ്, ജോബ് സെക്യൂരിറ്റി ഉള്ളതാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിരണം. അപ്പൊ നമ്മൾ പറഞ്ഞ കുറേ കാര്യങ്ങളിൽ, അതായത് നമ്മൾ പറഞ്ഞ കുറേ കാര്യങ്ങൾ ഒന്ന് നമുക്ക് കിട്ടിയ സിനിമ മോട്ടിവേഷൻ, അല്ലെങ്കിൽ നമുക്ക് കിട്ടിയ സൊസൈറ്റൽ അക്സെപ്റ്റൻസ് എന്ന് പറയുന്ന സംഭവങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന പവർ അല്ലെങ്കിൽ പ്രിവിലേജസ് എന്ന് പറയുന്ന സംഭവങ്ങൾ, ഇതെല്ലാം നമ്മൾ ഈ പറയുന്ന ആദ്യത്തെ 2 പോസ്റ്റുകൾ, പ്രധാനമായിട്ടും നമ്മളുടെ സബ് കളക്ടർ അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് കളക്ടർ പോസ്റ്റുകളിലാണ് നിങ്ങൾക്ക് കിട്ടുക. ഓക്കെ, ഈ ഒരു സമയത്ത് നിങ്ങളൊരു ഐക്കണാണ്, ഒരു ജില്ലയുടെ അധികാരിയാണ്, നിങ്ങൾക്ക് ഭയങ്കര പവറാണ്, സൊസൈറ്റി കളക്ടർ എന്ന നിലയിൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് അക്സെപ്റ്റൻസ് കിട്ടും, നിങ്ങൾ മറ്റുള്ളവരെയും മോട്ടിവേറ്റ് ചെയ്യും, നിങ്ങൾക്കും മറ്റുള്ളവർക്ക് മോട്ടിവേഷൻ പകർന്നു കൊടുക്കാൻ വേണ്ടി പറ്റും, അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാം കിട്ടും. അൾട്ടിമേറ്റ്ലി ഈ ഒരു ലെവൽ കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു പവറും പ്രിവിലേജസ് എന്ന് പറയുന്നത് നമുക്ക് വിസിബിൾ ആയിട്ട് കാണില്ല. നിങ്ങൾ നോർമലി 10 മണി മുതൽ അല്ലെങ്കിൽ 5 മണി വരെ നോർമൽ വർക്കിംഗ് ടൈം ഒക്കെ ഉള്ള ഒരു സാധാരണ സെക്രട്ടറി ലെവൽ പോസ്റ്റുകളിലേക്ക് നിങ്ങൾ ചുരുങ്ങപ്പെടും എന്നോർത്ത് വെക്കേണ്ടതായിട്ടുണ്ട്. ഒരു സെക്രട്ടറി ലെവലിലെ പോസ്റ്റിലേക്ക് ചുരുങ്ങപ്പെടും. സെക്രട്ടറിയുടെ ജോബ് എന്താണെന്നൊക്കെ നമുക്ക് നോക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ സെക്രട്ടറി ലെവൽ പോസ്റ്റിലേക്ക് നിങ്ങൾ ചുരുങ്ങപ്പെടും. അപ്പം നിങ്ങൾക്ക് സ്വന്തമായിട്ടുള്ള കാറൊന്നും ഉണ്ടാവണമെന്നില്ല, അവിടെയുള്ള ഓഫീസ് കാറുകൾ ഉപയോഗിക്കാം. ബംഗ്ലാവ് ഒന്നും ഉണ്ടാവണമെന്നില്ല, നോർമൽ ആയിട്ടുള്ള ഫ്ലാറ്റ് അക്കോമഡേഷൻ നിങ്ങൾ എടുക്കേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീടുകളിൽ സഹായിക്കാനുള്ള ആൾക്കാരൊന്നും ഉണ്ടാവണമെന്നില്ല. കാരണം ഈ ഡിസ്ട്രിക്ട് കളക്ടറൊക്കെ ആകുമ്പോൾ അദ്ദേഹം ജില്ലയുടെ പൂർണ്ണ ചുമതലയുള്ള വ്യക്തിയാണ്. അദ്ദേഹം 24/7 വർക്ക് ചെയ്യേണ്ട ആൾക്കാരാണ്. അതിനുള്ള സപ്പോർട്ടായിട്ടാണ് ഗവൺമെന്റ് ഈ ഫെസിലിറ്റീസ് ഒക്കെ ഒരു ഡിസ്ട്രിക്ട് കളക്ടർക്കൊക്കെ കൊടുക്കുന്നതായിട്ടുള്ളത്. പക്ഷെ ഒരു സെക്രട്ടറി ലെവലിലേക്ക് പോകുമ്പോൾ നിങ്ങൾ കുറച്ചുകൂടി സീനിയർ ഓഫീസറായി, നിങ്ങൾക്ക് ഉത്തരവാദിത്തങ്ങൾ മാറി, നിങ്ങൾക്ക് ചുമതലകൾ മാറി, സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള ഫെസിലിറ്റീസ് എല്ലാവർക്കും കിട്ടണമെന്നില്ല എന്നോർത്ത് വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ കാണുന്ന പ്രിവിലേജസും മറ്റുമൊക്കെ, അല്ലെങ്കിൽ നമ്മൾ ഈ കണ്ട എക്സ്റ്റേണൽ മോട്ടിവേഷൻസ് ഒക്കെ ആദ്യത്തെ 2 പോസ്റ്റുകളിൽ മാത്രമേ നമുക്ക് കാണാൻ വേണ്ടി പറ്റൂ. ഇനി നമ്മൾക്ക് ഒരു ജോബ് എന്ന നിലയിൽ ഇതിനെ നോക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് അല്ലേ സാലറി എന്ന് പറയുന്നത്. അതായത് ഒരു IAS ഉദ്യോഗസ്ഥൻ്റെ ബേസിക് സാലറി എന്ന് പറയുന്നത്, അത് നമ്മൾ ബേസിക് പേ എന്ന് വിളിക്കാം, 56,100 രൂപയാണ് 7th പേ കമ്മീഷൻ പ്രകാരം. ഓക്കെ, അപ്പോൾ ഗവൺമെന്റ് സാലറി കൊടുക്കുമ്പോൾ ഇത് ബേസിക് പേ ആണ്. ഇതിന്റെ കൂടെ ഇൻഫ്ലേഷനെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിയർനെസ് അലവൻസ് അല്ലെങ്കിൽ DA എന്ന് പറയുന്ന ഒരു സംഭവം കൊടുക്കും. അത് ഓരോ 6 മാസം കൂടുമ്പോൾ റിവൈസ് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ മാർച്ചിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഏകദേശം ഇപ്പോൾ ഒരു 50% DA എന്ന് കണക്കാക്കാം. ഓക്കെ, സെൻട്രൽ ഗവൺമെന്റ്. അപ്പോൾ 50% DA എന്ന് പറഞ്ഞാൽ ബേസിക്കിന്റെ 50%. ബേസിക്കിന്റെ 50% എന്ന് പറഞ്ഞാൽ 56,100, അതിന്റെ 50%, അതായത് ഏകദേശം 28,050 രൂപ വരും. അപ്പോൾ ടോട്ടൽ ഇതാണ് നിങ്ങളുടെ സാലറി എന്ന്. ഇതിന്റെ കൂടെ HRA എന്ന് പറഞ്ഞിട്ടുണ്ട്, ഹൗസ് റെന്റ് അലവൻസ് ഉണ്ട്. പക്ഷെ നിങ്ങൾ ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്ത ഒരു അക്കോമഡേഷൻ എടുക്കുന്നെങ്കിൽ HRA കിട്ടില്ല. ഇൻ കേസ് നിങ്ങൾക്ക് ഒരു പ്രൈവറ്റ് അക്കോമഡേഷൻ ആണ് നിങ്ങൾ എടുക്കുന്നെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന HRA നിങ്ങൾ അവിടെ റെന്റിനായിട്ട് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇത് ആക്ച്വലി നമ്മളുടെ ഒരു വരുമാനമായിട്ട് നമ്മൾ കണക്കാക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അത് ഒഴിവാക്കാം. അപ്പം നിങ്ങൾക്ക് കിട്ടുന്നത് ഏകദേശം 84,150 രൂപയാണ് നിങ്ങൾക്ക് എന്തായിട്ട് കിട്ടുന്നത്, ഒരു ഗ്രോസ് സാലറി ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ ഈ ഗ്രോസ് സാലറി എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ കിട്ടുന്ന സാലറി അല്ല. ഇതിൽ നിന്ന് പെൻഷൻ ഫണ്ടിന് വേണ്ടിയിട്ട് ഡിഡക്ഷൻ ഉണ്ടാവും, അതുപോലെ തന്നെ പ്രൊവിഡന്റ് ഫണ്ടിന് വേണ്ടിയിട്ടുള്ള ഡിഡക്ഷൻ ഉണ്ടാവും. ഇതെല്ലാം കൂട്ടിയിട്ട് പെൻഷൻ ഫണ്ടിന് വേണ്ടിയിട്ട് NPS ആണ്, നാഷണൽ പെൻഷൻ സ്കീമിന്റെ NPS ആണ്. അത് സെൻട്രൽ ഗവൺമെന്റിന് 14%. അത് ഏകദേശം നോക്കിക്കഴിഞ്ഞാൽ 15,147 രൂപയുടെ അടുത്ത് വരും. ഇനി PF-ലേക്കും കോൺട്രിബ്യൂഷൻ, മിനിമം കോൺട്രിബ്യൂഷൻ ഒക്കെ വേണ്ടി വരും. അപ്പോൾ ഇത് ഏകദേശം കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു 65,000 to 70,000 ആണ് നിങ്ങൾക്ക് ഇൻ ഹാൻഡ് സാലറി ആയിട്ട് കിട്ടും. 65,000 മുതൽ 70,000 വരെ ഏകദേശം റേഞ്ച് ആണ് പറയുന്നത്. 65,000 മുതൽ 70,000 വരെയൊക്കെ നിങ്ങൾക്ക് ഇൻ ഹാൻഡ് സാലറി ആയിട്ട് ഒരു IAS ഉദ്യോഗസ്ഥൻ എന്നുള്ള രീതിയിൽ കിട്ടുമെന്ന് കൂടി ഓർത്തു വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കിട്ടുന്ന സാലറി എന്നാണ്. അപ്പോൾ ഈ ഒരു സാലറി എന്ന് പറയുന്നത് നിങ്ങളുടെ സ്കിൽ സെറ്റ് അനുസരിച്ചുകൊണ്ട്, നിങ്ങളുടെ എബിലിറ്റീസ് അനുസരിച്ചുകൊണ്ട് ഈസ് ഇറ്റ് വർത്ത് ഇറ്റ് എന്നുള്ളത് ഒരു ചോദ്യം നിങ്ങൾ ചോദിക്കേണ്ടത്. കാരണം സിവിൽ സർവീസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളിൽ പലരും എന്ന് പറയുന്നത് പല ക്വാളിഫിക്കേഷനിലുള്ള ആളായിരിക്കും. നിങ്ങൾ ചിലപ്പോൾ ഒരു എഞ്ചിനീയർ ആയിരിക്കാം,
ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ഒരു MSCയോ അല്ലെങ്കിൽ ഒരു സ്പെഷ്യലിസ്റ്റ് ആയിരിക്കാം, ഏതെങ്കിലും ഒരു വിഷയത്തിൽ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം. അപ്പം നിങ്ങളുടെ ക്വാളിഫിക്കേഷൻസ് അനുസരിച്ച്, നിങ്ങളുടെ എബിലിറ്റീസ് അനുസരിച്ച്, ക്വാളിഫിക്കേഷൻ അനുസരിച്ച്, നിങ്ങളുടെ എബിലിറ്റീസ് അനുസരിച്ച് ഈസ് ഇറ്റ് വർത്ത് ഇറ്റ്, ഈ ഒരു സാലറി മതിയോ എന്നുള്ള ഒരു ചിന്ത നിങ്ങൾ ആദ്യം പോവേണ്ടതായിരുന്നു. ഒരു ജോബ് എന്ന രീതിയിലാണ് നിങ്ങൾ ഇതിനെ അപ്രോച്ച് ചെയ്യുന്നതെങ്കിൽ. ഓക്കെ, സമൂഹത്തിൽ ഭയങ്കര സൊസൈറ്റിയിൽ അക്സെപ്റ്റൻസ് ഒക്കെ ഉണ്ട്, പക്ഷെ ഒരു ജോബ് എന്ന നിലയിൽ ഈസ് ഇറ്റ് വർത്ത് ഇറ്റ് എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഒരു ജോബ് എന്ന രീതിയിലാണ് അക്സെപ്റ്റ് ചെയ്യുന്നത് എന്നുള്ളതുണ്ടെങ്കിൽ. ഓക്കെ, ഇനി ജോബ് നമ്മൾ പോയി. ഉദാഹരണത്തിന് നിങ്ങളൊരു എഞ്ചിനീയർ ആണ്, നിങ്ങളൊരു ക്വാളിഫൈഡ് ആയിട്ടുള്ള നല്ല സ്കിൽ സെറ്റ് ഒക്കെ ഉള്ള ഒരു എഞ്ചിനീയർ ആണെങ്കിൽ ഇന്ത്യയിലെ സെൻട്രൽ ഗവൺമെന്റിന്റെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഇവയും ജോബ് സെക്യൂരിറ്റി ഓഫർ ചെയ്യുന്നുണ്ട്. ജോബ് സെക്യൂരിറ്റി ഉള്ള ജോബുകൾ തന്നെയാണ്. ഇവരിപ്പോൾ സ്റ്റാർട്ടിംഗ് സാലറി ആയിട്ട് നൽകുന്നത് ഏകദേശം 18 to 24 LPA ഒക്കെ സ്റ്റാർട്ടിംഗ് സാലറി ആയിട്ട് നൽകുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞത് വെച്ചിട്ട് ഏകദേശം ഒരു 10 LPA ഒക്കെയാണ് നമുക്ക് ഓൾമോസ്റ്റ് ആരുടെ സാലറി ആയിട്ട് വരിക, ഒരു IAS ഉദ്യോഗസ്ഥൻ്റെ. LPA എന്ന് പറഞ്ഞാൽ ലാക്സ് പെർ ആനം, ഒരു വർഷം 10 ലക്ഷം രൂപയുടെ അടുത്താണ് സാലറി ആയിട്ട് വരിക. അതേസമയത്ത് ഒരു PSUവിലാണ് നിങ്ങൾ ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള എഞ്ചിനീയർ ഒക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു MBA പ്രൊഫഷണലൊക്കെ ആണെങ്കിൽ HR പോസ്റ്റിലേക്കൊക്കെ എടുക്കാൻ പറ്റും. അവിടെ നിങ്ങൾക്ക് ജോബ് സെക്യൂരിറ്റിയും കിട്ടും, പക്ഷെ അവിടുത്തെ സാലറി 18 ലക്ഷം മുതൽ 24 ലക്ഷം വരെയൊക്കെ സ്റ്റാർട്ടിംഗ് സാലറി ആയിട്ട് കിട്ടും. അതായത് IASനെക്കാട്ടും കൂടുതൽ സാലറി കിട്ടും. അപ്പോൾ നിങ്ങളൊരു ജോബ് എന്ന രീതിയിൽ അപ്രോച്ച് ചെയ്യുമ്പോൾ IAS ആണോ ബെറ്റർ, നിങ്ങളുടെ സ്കിൽ സെറ്റ് അനുസരിച്ചുള്ള, നിങ്ങളൊരു ക്വാളിഫൈഡ് ആയിട്ടുള്ള വ്യക്തിയാണ്, ഒരു എഞ്ചിനീയർ എന്ന നിലയിൽ നിങ്ങൾ 4 വർഷം പഠിച്ച ഒരു വ്യക്തിയാണ്. MSc എന്ന നിലയിൽ നിങ്ങൾ 5 വർഷം പഠിച്ചിട്ട് വരുന്ന, പോസ്റ്റ് ഗ്രാജുവേഷൻ എടുത്ത് വരുന്ന ഒരു വ്യക്തിയാണ്. അപ്പം നിങ്ങളുടെ സ്കിൽ സെറ്റിനനുസരിച്ചുള്ള ഒരു ജോബ് തന്നെയാണോ ഇത് എന്നുള്ള രീതിയിൽ നിങ്ങളൊന്ന് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ സെക്രട്ടറി ലെവൽ പോസ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ അതായത് നമ്മളുടെ ആദ്യത്തെ സബ് കളക്ടർഷിപ്പോ അതുപോലെ തന്നെ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് കളക്ടർ പോസ്റ്റ് ഒക്കെ കഴിഞ്ഞാൽ നിങ്ങൾ സെക്രട്ടറി ലെവലിലേക്ക് വരിക. അപ്പോൾ ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ സെക്രട്ടറി ഒക്കെ ആയിട്ട്, അല്ലെങ്കിൽ ജോയിന്റ് സെക്രട്ടറിയോ അല്ലെങ്കിൽ അഡീഷണൽ സെക്രട്ടറി ഒക്കെ ആയിട്ടായിരിക്കും നിങ്ങളെ നിയമിക്കുന്നതായിട്ടുള്ളത്. അപ്പോൾ ഡിപ്പാർട്ട്മെന്റ് സെക്രട്ടറി. അപ്പോൾ എന്താ ചെയ്യുന്നത്? ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട ഫയൽ വർക്കുകളാണ് ചെയ്യുന്നതായിട്ടുള്ളത്. ഫയൽ വർക്ക് എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായിട്ടുള്ള അഡ്മിനിസ്ട്രേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഫയൽ വർക്ക് ഉണ്ടാവാം, ചിലപ്പോൾ ടെക്നിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ഫയൽ വർക്കുകൾ ഉണ്ടാവാം. അങ്ങനെ ആ ഒരു ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട ഫയൽ വർക്കുകൾ, മീറ്റിങ്ങുകൾ, പോളിസികൾ ഉണ്ടാക്കുക തുടങ്ങിയ കാര്യങ്ങളിലൊക്കെയാണ് നിങ്ങളുടെ ഫോക്കസ്. അതായത് മിക്കവാറും രാവിലെ കൃത്യം സമയത്ത് 10 മണിക്ക് ഓഫീസിലേക്ക് പോവുക, വൈകുന്നേരം 5 മണി വരെ ഓഫീസ് എടുക്കുക, ഇടയിൽ ഉണ്ടാവുന്ന മീറ്റിങ്ങുകൾ അറ്റൻഡ് ചെയ്യുക, അപ്പോൾ ചർച്ചകൾ നടത്തുക, പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന് മേലുള്ള ചർച്ചകൾ ഉണ്ടാവും, മന്ത്രിയുടെ ഓഫീസിൽ ചർച്ചകൾ ഉണ്ടാവും, അതിനനുസരിച്ചുള്ള ചർച്ചകളിൽ പങ്കെടുക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. ഇത്തരത്തിലായിരിക്കും നിങ്ങളുടെ ഒരു ജോലി പോകുന്നതായിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ വിവിധ പോസ്റ്റുകളിൽ വിവിധ വകുപ്പിലേക്ക് പോകുമ്പോൾ വ്യത്യസ്ത വിഷയങ്ങളിലെ സെക്രട്ടറി ആയിരിക്കും. ചില സമയത്ത് ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഡയറക്ടേഴ്സ് ഒക്കെ ആയിട്ട് ചിലപ്പോൾ ഡയറക്ടറായിട്ടോ അല്ലെങ്കിൽ മാനേജിങ് ഡയറക്ടറായിട്ടോ അല്ലെങ്കിൽ CEO ആയിട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്യാം. അപ്പം അങ്ങനെ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അഡ്മിനിസ്ട്രേഷൻ ആയിരിക്കും നിങ്ങളുടെ ജോലിയായിട്ട് വരുന്നത്. അപ്പോൾ സെക്രട്ടറി പോസ്റ്റിൽ വരുമ്പോഴത്തേക്ക് നമ്മളുടെ ജോലി എന്ന് പറയുന്നത് ഒരു ഓഫീസ് ടൈപ്പ് ജോലിയിലേക്ക് മാറി, ഫീൽഡ് വർക്ക് മിനിമം ആയിട്ടുള്ള, ഫീൽഡിലേക്ക് ഇറങ്ങി ചെയ്യേണ്ടത് മിനിമം ആയിട്ടുള്ള ഒരു ഓഫീസ് ജോലിയിലേക്ക് കുറഞ്ഞ ഒരു അവസ്ഥയിലാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് സെക്രട്ടറി ലെവൽ പോസ്റ്റിലേക്ക്. പിന്നെ സെക്രട്ടറിയിൽ അങ്ങ് പ്രൊമോഷൻ നടന്നിട്ടാണ് മുകളിലോട്ടെല്ലാം സെക്രട്ടറി ലെവൽ പോസ്റ്റിലേക്കാണ് പോകുന്നതായിട്ടുള്ളത്. അപ്പോൾ ഇനി നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത്തരത്തിലുള്ള ഒരു ജോബ്, അതായത് നിങ്ങളൊരു കളക്ടർ ആവുക, കളക്ടറിൻ്റെ പോസ്റ്റിൽ ഇരുന്നിട്ട് കാറിൽ പോവുക, കളക്ടർ എന്ന് പറഞ്ഞാൽ കാറിൽ പോവുക, അങ്ങനെയുള്ള ചിന്തയൊക്കെയാണ് നിങ്ങളുടെ മനസ്സിലെങ്കിൽ ഒരു സെക്രട്ടറി ടൈപ്പ് ജോബ് നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിരിക്കുമോ എന്നുള്ളത് നിങ്ങൾ ഇപ്പോഴേ തന്നെ ഒന്ന് ചിന്തിക്കേണ്ടതായിരുന്നു. നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ജോലികൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോകാം. കാരണം ആക്ച്വലി നമ്മളിവിടെ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ, മിനിമം നിങ്ങളൊരു സർവീസിൽ കയറുമ്പോൾ നിങ്ങൾക്കൊരു 25 ഇയേഴ്സ് സർവീസ് എന്തായാലും ഉണ്ടാവും. 25 ഇയേഴ്സിന്റെ സർവീസ്. കാരണം 60 വയസ്സിലാണ് റിട്ടയർമെന്റ് വരുന്നതായിട്ടുള്ളത്. മിനിമം നിങ്ങളൊരു 35 വയസ്സിലെങ്കിലും കയറി എന്ന് വിചാരിച്ചോ. 35 വയസ്സിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 25 വർഷത്തെ സർവീസ് മിനിമം ഉണ്ട്. ഈ ഒരു 25 വർഷത്തിൽ ആദ്യത്തെ ഒരു 5 വർഷമൊക്കെ നിങ്ങൾ ഈ പറഞ്ഞ കളക്ടർഷിപ്പ് ഉണ്ടാവും. അതിനുശേഷമുള്ള 20 ഇയേഴ്സ് നിങ്ങൾ സെക്രട്ടറി ലെവൽ പോസ്റ്റുകളിലേക്കായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ആദ്യം കണ്ട ആ ഒരു മിന്നിപ്പും പളപളപ്പും ഒക്കെ ആദ്യത്തെ 5 വർഷം ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ നിങ്ങളൊരു സെക്രട്ടറി ലെവൽ പോസ്റ്റിലേക്കായിട്ട് ഓഫീസ് വർക്കുകളിലേക്ക് ഒതുങ്ങുന്ന രീതിയാണ് ഉണ്ടാവുക. പക്ഷെ അതിനെ ആസ്വദിക്കാൻ പറ്റുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആണ്. പക്ഷെ നിങ്ങൾക്ക് അത്തരത്തിലുള്ള ഒരു ജോലിയോട് താല്പര്യമുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട് എന്ന് ഓർത്തുകൊണ്ടാണ്. ഇനി മറ്റൊരു കാര്യം കൂടെ ചിന്തിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ചില ആൾക്കാർ വിചാരിക്കുന്നുണ്ടാവും എനിക്കൊരു IAS ആയിട്ട് എനിക്ക് എക്കണോമിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളത്. ആക്ച്വലി ഈ ഒരു ടോപ്പിക്കിലാണ് നമ്മളുടെ എക്കണോമിക് അഡ്വൈസർ നിങ്ങളോട് UPSC ഒരു വേസ്റ്റ് ഓഫ് ടൈം ആണ് എന്ന് പറഞ്ഞത്.
കാരണം നിങ്ങൾ ചിന്തിക്കുന്നത് ഞാൻ മേഖലയിലേക്ക് കയറിയിട്ട് ഗവൺമെന്റിന്റെ ഭാഗമായിട്ട് മാറിയിട്ട് ഗവൺമെന്റിന്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഞാൻ എക്കണോമിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യും എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നതായിട്ടുള്ളത്, അല്ലെങ്കിൽ സമൂഹത്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യും എന്നാണ് ചിന്തിക്കുന്നതായിട്ടുള്ളത്. അപ്പൊ അദ്ദേഹം പറയുന്നത് ഓരോ വർഷവും 8-10 ലക്ഷം ആൾക്കാർ ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ട് അവരെല്ലാം ഇങ്ങനെയാണ് ചിന്തിക്കുന്നത്. ഇത് ആക്ച്വലി നമ്മുടെ എക്കണോമിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ, അദ്ദേഹം എക്കണോമിക് അഡ്വൈസറാണ്, എക്കണോമിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ നമ്മളുടെ ഹ്യൂമൻ റിസോഴ്സ് അല്ലെങ്കിൽ മാനവ വിഭവ ശേഷി എന്ന് പറയുന്ന സംഭവത്തിന്റെ ഒരു വേസ്റ്റിംഗ് ആണ് എന്നാണ് ആ എക്കണോമിക് അഡ്വൈസർ പറയുന്നതായിട്ടുള്ളത്. ഇത് പ്യൂർലി വേസ്റ്റ് ചെയ്യുകയാണെന്നാണ് അദ്ദേഹം പറയുന്നതായിട്ടുള്ളത്. അപ്പൊ അദ്ദേഹം പറയുന്നതിന്റെ കാരണം എന്താ? നിങ്ങൾ ചിന്തിക്കുന്നത് എന്താ? അതായത് ഞാൻ ആ പോസ്റ്റിലേക്ക് കയറിയിട്ട് ഞാൻ സ്കൂൾ വിദ്യാഭ്യാസം മെച്ചപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കും, ഞാൻ അവിടെ കൃത്യമായിട്ട് മിഡ് ഡേ മീലൊക്കെ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കും, അല്ലെങ്കിൽ മറ്റു മേഖലകളിൽ മെച്ചപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കും, റോഡ് ട്രാഫിക് നിയമങ്ങൾ മെച്ചപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കും എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. അപ്പോൾ ഓർത്ത് വെക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എക്കണോമിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ ഡെവലപ്മെന്റിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യണം എന്നുള്ളതെങ്കിൽ അതിനുള്ള ശരിയായ വഴി ഒരു അഡ്മിനിസ്റ്റർ ആവുക എന്നുള്ളതല്ല എന്ന് ഓർത്ത് വെക്കേണ്ടതായിട്ടുണ്ട്. ഗവൺമെന്റ് എന്തായാലും ഗവൺമെന്റിൻ്റെതായിട്ടുള്ള കോൺട്രിബ്യൂഷൻ നടക്കും. ആക്ച്വലി നമ്മുടെ എക്കണോമിയിലേക്ക് വേണ്ട കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ഹ്യൂമൻ റിസോഴ്സ്, നിങ്ങളെന്ന് പറഞ്ഞാൽ ഒരു ഹ്യൂമൻ റിസോഴ്സ് ആണ്, ഒരു മാനവ വിഭവമാണ്. ഈ ഹ്യൂമൻ റിസോഴ്സ് അതിൻ്റെ ഫുൾ പൊട്ടൻഷ്യലി യൂസ് ചെയ്യുമ്പോഴാണ് നമ്മളുടെ എക്കണോമിയിലേക്ക് കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യപ്പെടുക എന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ എന്താണ് ഹ്യൂമൻ റിസോഴ്സിനെ ഫുൾ പൊട്ടൻഷ്യലി എക്കണോമിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുക എന്ന് പറയുന്നതായിട്ടുള്ളത്? നിങ്ങൾ എക്കണോമിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുക എന്ന് പറയുന്നത് നിങ്ങൾ എക്കണോമിക് ആക്ടിവിറ്റീസിൽ ഏർപ്പെടുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ രാജ്യത്ത് കൂടുതൽ ബിസിനസ്സുകൾ, സംരംഭങ്ങൾ തുടങ്ങാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് കൂടുതൽ ആൾക്കാർക്ക് ജോബ് കൊടുക്കാൻ വേണ്ടിയിട്ട്, ഗവൺമെന്റിന്റെ ജോബിന് വേണ്ടി നിങ്ങൾ ശ്രമിക്കുന്നതിന് പകരം നിങ്ങൾ കുറേ ആൾക്കാർക്ക് ജോബ് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്കുണ്ടാവുന്ന വരുമാനത്തിന്റെ ഒരു ഭാഗം നമ്മുടെ എക്കണോമിയിലേക്ക് സോഷ്യൽ സർവീസിന് വേണ്ടിയിട്ട് നൽകുക എന്നുള്ളതാണ് ചെയ്യേണ്ടതായിട്ടുള്ളത്. അതായത് നിങ്ങൾക്ക് നമ്മുടെ എക്കണോമിയിലേക്ക്, നമ്മുടെ രാജ്യത്തിന്റെ ഡെവലപ്മെന്റിലേക്ക് ശരിക്കും കോൺട്രിബ്യൂട്ട് ചെയ്യണം എന്നുണ്ടാകുന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ എക്കണോമിക് ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ആയിട്ട് നിങ്ങൾ ആ എക്കണോമിക് ആക്ടിവിറ്റീസ് വഴി എന്ത് ചെയ്യാനായിട്ട് ജോബുകൾ ക്രിയേറ്റ് ചെയ്യുക, സോഷ്യൽ സർവീസുകൾ ക്രിയേറ്റ് ചെയ്യാം. കാരണം അദ്ദേഹം പറയുന്നത് നമ്മുടെ രാജ്യത്തിന് മുന്നോട്ട് പോകണമെങ്കിൽ ഒരു ഇൻഫോസിസ് അല്ല, നമുക്ക് ആയിരക്കണക്കിന് ഇൻഫോസിസുകൾ വേണം എന്നുള്ളതാണ്. അപ്പോൾ നമ്മളുടെ എഞ്ചിനീയർമാർ ഈ ഇൻഫോസിസ് ഉണ്ടാക്കുന്നതിന് ശ്രമിക്കുന്നതിന് പകരം എല്ലാവരും UPSC പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞിട്ട് പിറകെ പോവാണ്. അല്ലെങ്കിൽ ആരും തന്നെ എലോൺ മസ്ക് ആവാൻ വേണ്ടി ശ്രമിക്കുന്നില്ല, ആരും തന്നെ അംബാനി ആവാൻ വേണ്ടി ശ്രമിക്കുന്നില്ല. ഇവരെല്ലാം തന്നെ നമ്മുടെ എക്കണോമിയിലേക്ക് ജോബിന്റെ രീതിയിലായാലും സോഷ്യൽ സർവീസിന്റെ രീതിയിലായാലും കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. ഒരുപാട് പേർക്ക്, ആയിരക്കണക്കിന് ആൾക്കാർക്ക് തൊഴിൽ കൊടുക്കുന്ന ആൾക്കാരാണ്. അദാനി ആയിക്കോട്ടെ, അംബാനി ആയിക്കോട്ടെ, അല്ലെങ്കിൽ നാരായണമൂർത്തി ആയിക്കോട്ടെ, അങ്ങനെ പല ആൾക്കാരും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു കോൺട്രിബ്യൂഷൻ ആണ് നമ്മുടെ എക്കണോമിയിലേക്ക്, നമ്മളുടെ ഹ്യൂമൻ റിസോഴ്സിൽ നിന്ന് രാജ്യം പ്രതീക്ഷിക്കുന്നത്. അല്ല എല്ലാവരും ഞാൻ അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് നമ്മുടെ എക്കണോമിയിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ എക്കണോമിയിലേക്ക് അല്ലെങ്കിൽ സമൂഹത്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാം എന്നുള്ള കാഴ്ചപ്പാടിലല്ല എന്നാണ് അദ്ദേഹം പറയുന്നതായിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഏകദേശം ഒരു IAS പോസ്റ്റിനെ കുറിച്ച് അല്ലെങ്കിൽ IAS എന്ന് പറയുന്ന ജോബിനെ കുറിച്ച് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. നിങ്ങളുടെ എന്തുകൊണ്ട് വൈ IAS എന്നുള്ള ഒരു ചോദ്യത്തിന് നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ ചിന്ത എന്താണോ അതിനെ സംബന്ധിച്ചുള്ള കുറച്ച് ഇൻഫർമേഷൻസും കിട്ടിയിട്ടുണ്ടാവും. ഇനി നിങ്ങൾ ശരിക്കും ആലോചിക്കുക, നിങ്ങൾക്ക് IAS ആവേണ്ടതായിട്ടുണ്ടോ എന്നുള്ളതാണ്. സ്റ്റിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യാണ് I want to become an IAS because എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് IAS ആവാൻ ആഗ്രഹം? നിങ്ങൾക്ക് അങ്ങനെ ഇനിയും തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇനിയും അത്തരമൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായും സിവിൽ സർവീസ് എക്സാമിനെ പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ നിർബന്ധമായും സിവിൽ സർവീസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യേണ്ടതായിരുന്നു. അപ്പോൾ ആക്ച്വലി ഇതുവരെ സംസാരിച്ച് വരുമ്പോൾ ഇതൊരു ഡീമോട്ടിവേഷൻ ടോക്ക് ആണ് എന്നുള്ള രീതിയിലേക്ക് തോന്നിയിട്ടുണ്ടാവും. ഓർത്തു വെക്കുക, ഇതൊരു ഡീമോട്ടിവേഷൻ ടോക്ക് അല്ല. അതായത് UPSC പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ സിവിൽ സർവീസ് എക്സാമിന്റെ പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞിട്ട് എല്ലാ ആൾക്കാരും വ്യക്തമായിട്ടുള്ളൊരു കാരണമില്ലാതെ വരുന്നുണ്ട്. ആക്ച്വലി നമ്മുടെ എക്കണോമിക് അഡ്വൈസർ പറഞ്ഞതുപോലെ അത് ആക്ച്വലി നമ്മുടെ എക്കണോമിയെ സംബന്ധിച്ച് ഒരു നഷ്ടം തന്നെയാണ്. കാരണം നമുക്ക് കിട്ടേണ്ട, നമ്മുടെ എക്കണോമിയിലേക്ക് നടക്കേണ്ട ഒരുപാട് കോൺട്രിബ്യൂഷൻസ് ഈ എക്സാം പ്രിപ്പറേഷൻ വഴി 5-6 വർഷങ്ങൾ ആൾക്കാർ പ്രിപ്പയർ ചെയ്യുമ്പോൾ അത്രയും ഹ്യൂമൻ റിസോഴ്സിനെ നമുക്ക് വേസ്റ്റ് ആയി പോവുകയാണ് ചെയ്യുന്നതായിട്ടുള്ളത്. അപ്പം
അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞത് ശരി തന്നെയാണ്. ഇഫ് യു ആർ സീരിയസ്, നിങ്ങൾക്ക് IAS ആവണം, എനിക്ക് എന്ന കാരണം കൊണ്ട് IAS ആവണം അല്ലെങ്കിൽ IPS ആവണം എന്ന് നിങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ UPSC സിവിൽ സർവീസ് എക്സാം ക്ലിയർ ചെയ്യണം. കാരണം നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നേടുക എന്നുള്ളതാണ് ജീവിതത്തിന്റെ ലക്ഷ്യമായിട്ടുള്ളത്. അതായത് പർപ്പസ് ഓഫ് ലൈഫ് എന്ന് പറയുന്നത് എന്താണോ നിങ്ങളുടെ ആഗ്രഹം അത് നേടുക എന്നുള്ളത് തന്നെയാണ്. അപ്പൊ നിങ്ങൾ IAS ആവണം, എനിക്ക് ഇന്ന കാരണം കൊണ്ട് IAS ആവണം എന്ന് നിങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു ജോബിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യണം. UPSCക്ക് വേണ്ടിയിട്ട് അപേക്ഷിക്കണം. UPSC പരീക്ഷ അത് കിട്ടുന്നത് വരെ അല്ലെങ്കിൽ നിങ്ങളുടെ ചാൻസ് അവസാനിക്കുന്നവരെ നിങ്ങൾ ഓരോ എഫേർട്ടിലും കൂടുതൽ ശ്രമങ്ങൾ നടത്തി കൂടുതൽ എഫേർട്ടോടുകൂടിയിട്ട് പരിശ്രമിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാനൊരു കൺക്ലൂഡിങ് ടോക്ക് കൂടി പറഞ്ഞിട്ട് നിർത്തുവാണ്. അപ്പോൾ എല്ലാ ആൾക്കാരും എന്തുകൊണ്ട് IASന് പ്രിപ്പയർ ചെയ്യുന്നില്ല അല്ലെങ്കിൽ UPSCക്ക് പ്രിപ്പയർ ചെയ്യുന്നില്ല എന്ന് നിങ്ങൾ ചിലപ്പോൾ ചിന്തിച്ചു. ചിലപ്പോൾ എന്നോട് തന്നെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്, വൈ യു ആർ നോട്ട് പ്രിപ്പയറിങ്. ഞാൻ പറയാറുണ്ട്, ഞാൻ ടീച്ചറാണ്, ഞാൻ പ്രിപ്പയർ ചെയ്യുന്നില്ല, വൈ യു ആർ നോട്ട് പ്രിപ്പയറിങ് എന്ന് എന്നോട് തന്നെ ചോദിക്കാറുണ്ട്. കാരണം നിങ്ങൾ ഈ പറഞ്ഞതുപോലെ വൈ IAS എന്നുള്ള പറയുന്ന ഒരു ചോദ്യത്തിന് എനിക്ക് കൃത്യമായിട്ടുള്ള ഒരു ഉത്തരവില്ല. ബിക്കോസ് ഐ ലവ് ടീച്ചിങ്. ഞാൻ ടീച്ചിങ് ആണ് ഇഷ്ടപ്പെടുന്നത്, എനിക്ക് പഠിപ്പിക്കാൻ ഇഷ്ടമാണ്, എനിക്ക് കാര്യങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടി ഇഷ്ടമാണ്. പക്ഷേ വൈ IAS എന്നുള്ള ചോദ്യത്തിന് എനിക്ക് IAS ആയിട്ട് എനിക്ക് ഇന്നത് ചെയ്യണം എന്നുള്ള ആഗ്രഹം, എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹമില്ല. എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, ഇപ്പോൾ നമുക്ക് ജോബ് ക്രിയേറ്റ് ചെയ്യണം, കുറേ ആൾക്കാർക്ക് തൊഴിൽ കൊടുക്കണം, നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. നമുക്ക് എക്കണോമിയിലേക്ക് സൊസൈറ്റിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യണം, നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. നമ്മൾ ഉണ്ടാക്കുന്ന വരുമാനത്തിന്റെ ഒരു നിശ്ചിത ഭാഗം നമുക്ക് സമൂഹത്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ ഒരു സ്കൂൾ തുടങ്ങാം. അതിന് ഗവൺമെന്റിന്റെ ഫണ്ട് വേണമെന്നോ ഗവൺമെന്റിന്റെ ഫണ്ടിന് വേണ്ടി അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു IAS ഓഫീസറെ ഫണ്ട് അറേഞ്ച് ചെയ്യാൻ വേണ്ടി നടക്കണമെന്നൊന്നുമില്ല. നമുക്ക് വേണമെങ്കിൽ നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ നമുക്കൊരു സ്കൂൾ തുടങ്ങാം. നിങ്ങൾക്ക് എന്താണോ സമൂഹത്തിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അതിന് നിങ്ങൾ IAS ഓഫീസർ ആവണം എന്നില്ല എന്ന് ഓർത്ത് വെക്കണതായിരുന്നു. അപ്പോൾ എല്ലാവരും എന്തുകൊണ്ട് UPSCക്ക് പ്രിപ്പയർ ചെയ്യുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും IAS ആവണമെന്ന് ആഗ്രഹമില്ല. അപ്പോൾ അത് കിട്ടാത്ത മുന്തിരി പുളിക്കും എന്നുള്ളത് കൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ആവണം എന്നില്ല എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ട്. ബിക്കോസ് ഐ ലവ് ടീച്ചിങ്. എനിക്ക് ടീച്ചിങ് ആണ് ഇഷ്ടം, ഞാൻ അതുകൊണ്ട് പഠിപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. അപ്പം നിങ്ങൾ IASനെ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ, IAS വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. ഓക്കെ, ആ പ്രിപ്പറേഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഓർത്ത് വെക്കുക, പ്രിപ്പറേഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് സീരിയസ് പ്രിപ്പറേഷൻ ആയിരിക്കണം എന്നുകൂടി ഓർത്ത് വെക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ടൈം വേസ്റ്റ് ചെയ്യുകയാണ്. അതായത് എക്കണോമിക് അഡ്വൈസർ പറഞ്ഞതുപോലെ തന്നെ യു ആർ ജസ്റ്റ് വേസ്റ്റിംഗ് ദ ഹ്യൂമൻ റിസോഴ്സ്. നമ്മളുടെ ഹ്യൂമൻ റിസോഴ്സസിനെ നിങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ റിസോഴ്സസിനെ നിങ്ങൾ വെറുതെ വേസ്റ്റ് ചെയ്യാണ്. അപ്പം നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് സീരിയസ് പ്രിപ്പറേഷൻ ആയിരിക്കണം. എന്താ സീരിയസ് പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ UPSCക്ക് നമുക്ക് മിനിമം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഒരു 1 ഇയർ എങ്കിലും നമുക്ക് മിനിമം റിക്വയർഡ് ആണ്. 1 ഇയർ വിത്ത് ഡെയിലി 6 to 8 hours ഡിപ്പെൻഡിങ് അപ്പോൺ യുവർ എഫിഷ്യൻസി. 6 മണിക്കൂർ മുതൽ 8 മണിക്കൂർ വരെ 1 ഇയർ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് എഫേർട്ട് ഇട്ടെങ്കിൽ മാത്രമേ നമുക്കിത് ക്ലിയർ ചെയ്യാൻ പറ്റൂ. അല്ലെങ്കിൽ നിങ്ങൾ 2 ഇയർ 3 മുതൽ 4 മണിക്കൂർ വരെ എഫേർട്ട് ഇടേണ്ടി വരും. ഇനി നിങ്ങൾ 3 ഇയറിലേക്കാണ് പ്ലാൻ ചെയ്യുന്നതെങ്കിൽ ഏകദേശം ഇത് 3 മുതൽ 4 മണിക്കൂർ തന്നെയാണ്. 3ാമത്തെ വർഷത്തിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് വലിയ ബെനിഫിറ്റ് കിട്ടില്ല. കാരണം 1ാമത്തെ വർഷമാകുമ്പോൾ നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സിന്റെ ആ ഒരു ടൈമിനെ അങ്ങ് ഒഴിവാക്കാൻ പറ്റും. സെക്കൻഡ് ഇയറിൽ ആ കറണ്ട് അഫയേഴ്സിന്റെ ടൈമിംഗ് വരും. പക്ഷേ 3ാമത്തെ വർഷത്തിലേക്ക് വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഏകദേശം 3 to 4 hours റിവിഷൻ പ്ലസ് കറണ്ട് അഫയേഴ്സിന് വേണ്ടിയതായിട്ട് വരും. ഇവിടെയും ആക്ച്വലി നമ്മൾ റിവിഷൻ പ്ലസ് കറണ്ട് അഫയേഴ്സ് പ്ലസ് കുറച്ച് സ്റ്റാറ്റിക് എന്ന് പറഞ്ഞ ഐഡിയയിലേക്ക് പോകും. ഓക്കെ, അപ്പോൾ നിങ്ങൾ സീരിയസ് പ്രിപ്പറേഷൻ ആണെങ്കിൽ 1 ഇയർ 6 to 8 hours ഡെഡിക്കേറ്റ് ചെയ്യാൻ പറ്റണം. 2 ഇയർ ആണെങ്കിൽ ഒരു 3 to 4 hours ഡെഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു എഫേർട്ട് നിങ്ങൾക്ക് ഇടാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ഈ ഒരു എക്സാമിന് വേണ്ടി എയിം ചെയ്ത് അതിനുവേണ്ടി ശ്രമിക്കുന്നത് കൊണ്ട് അർത്ഥമുള്ളൂ. മറിച്ച് നിങ്ങൾ പ്യുവർലി ഒരു ജോബും ഇല്ലാതെ എക്കണോമിയിലേക്ക് ഒരു കോൺട്രിബ്യൂഷൻസും ചെയ്യാതെ ഒന്നും ചെയ്യാതെ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ജസ്റ്റ് അതും സീരിയസ് അല്ലാത്തൊരു പ്രിപ്പറേഷൻ ആണെങ്കിൽ ഇറ്റ് ഈസ് ജസ്റ്റ് വേസ്റ്റ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഫോർ ദ കൺട്രി. രാജ്യത്തിനെ സംബന്ധിച്ച് അതൊരു വലിയ നഷ്ടം തന്നെയാണ്. അതാണ് എക്കണോമിക് അഡ്വൈസർ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു സീരിയസ് പ്രിപ്പറേഷൻ ആവാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾ 1 ഇയർ ഡെഡിക്കേറ്റഡ് ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക, അല്ലെങ്കിൽ 2 ഇയർ. കാരണം നല്ല അഡ്മിനിസ്ട്രേറ്റേഴ്സിനെ നമ്മുടെ രാജ്യത്തിന് ആവശ്യമുണ്ട്. നല്ല പോളിസികൾ ഉണ്ടാക്കാൻ വേണ്ടി നല്ല ആൾക്കാരെ നമുക്ക് ആവശ്യമുണ്ട്. നല്ല ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഇത്തരത്തിലുള്ള ജോലികൾ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരെ നമ്മുടെ രാജ്യത്തിന് ആവശ്യമുണ്ട് എന്ന് ഓർത്തു വെക്കേണ്ടതാണ്. ഓർത്തു വെക്കുക, ജോലിയിൽ കയറിക്കഴിഞ്ഞാൽ നിങ്ങളൊരു സ്റ്റേബിൾ ജോബ് ആണെങ്കിൽ അടുത്തൊരു 25 വർഷത്തേക്ക് നിങ്ങളെ എന്ത് വേണം, രാജ്യത്തിന് ആവശ്യമായിട്ടുണ്ട്. നിങ്ങളെ രാജ്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ നൽകേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ ടൈം നിങ്ങൾ നൽകേണ്ടതായിട്ടുണ്ട് എന്ന് ഓർത്തു വെക്കേണ്ടതാണ്. അപ്പോൾ സിവിൽ സർവീസ് എക്സാമിന്
പ്രിപ്പയർ ചെയ്യുന്നത് ഒരു ടൈം വേസ്റ്റ് ആണോ എന്നുള്ളതിനെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു കൃത്യമായിട്ടുള്ള ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾ ഒന്നുകൂടി ചിന്തിച്ചിട്ട് നിങ്ങൾ ഉചിതമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കുക. സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ ഒരു 1-to-1 മെന്റർഷിപ്പ് ഓഫർ ചെയ്യുന്നുണ്ട് എന്ന് ഓർത്ത് വെക്കുക. അതായത് ഒരു 1-to-1 മെന്റർഷിപ്പ് ഓഫർ ചെയ്യുന്നുണ്ട്, അതും ഫ്രീ ആയിട്ട് ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ജസ്റ്റ് 8129762349 എന്ന് പറയുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം. ഈ ഒരു വീഡിയോയുടെ താഴെ ഒരു ഗൂഗിൾ ഫോം നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ആ ഗൂഗിൾ ഫോമിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് നിങ്ങൾ ജസ്റ്റ് ഫില്ല് ചെയ്യുക. ആ ജസ്റ്റ് ഫില്ല് ചെയ്തതിന് ശേഷം നിങ്ങളുമായിട്ട് നമ്മൾ ലേണേഴ്സിൽ നിന്ന് കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. ആ കോൺടാക്റ്റിന് ശേഷം നിങ്ങൾക്ക് കൃത്യമായിട്ട് എന്താണ് നിങ്ങളുടെ പ്രിപ്പറേഷൻ, നിങ്ങളുടെ പ്രിപ്പറേഷനെ സ്ട്രീം ലൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു 1-to-1 മെന്റർഷിപ്പ് ഫ്രീ ആയിട്ട് ഞാൻ തന്നെ നേരിട്ട് നിങ്ങളുമായിട്ട് സംസാരിക്കുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും എന്താണ് ഈ പ്രിപ്പറേഷൻ, എന്താണ് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളത്. അപ്പം നിങ്ങൾ സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് മാത്രം ഇതിന് രജിസ്റ്റർ ചെയ്യുക. കാരണം വളരെ വാല്യുബിൾ ആണ് ടൈം എന്ന് പറയുന്നത്. അത് നിങ്ങൾക്കും വളരെ വാല്യുബിൾ ആണ്, എനിക്കും വളരെ വാല്യുബിൾ ആണ്, നമ്മുടെ രാജ്യത്തിനും വളരെ വാല്യുബിൾ ആണ്. പക്ഷെ നിങ്ങൾ 2025 26 സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു 1-to-1 മെന്റർഷിപ്പിന് വേണ്ടിയിട്ട് ഒന്ന് രജിസ്റ്റർ ചെയ്യാം. ഗൂഗിൾ ഫോമിൽ നിങ്ങളുടെ ഡീറ്റെയിൽസും കോൺടാക്ട് ഡീറ്റെയിൽസും കൊടുത്താൽ മതി. നിങ്ങളെ കോൺടാക്ട് ചെയ്തിട്ട് നമ്മൾ ഒരു ഗൂഗിൾ മീറ്റിൽ നമ്മൾ മീറ്റ് ചെയ്യും. എന്നിട്ട് നമ്മൾ ഒരു അരമണിക്കൂർ നമ്മുടെ പ്രോഗ്രാംസ് നമ്മളുടെ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ച് കൃത്യമായിട്ട് ഡിസ്കസ് ചെയ്യും എന്നുകൂടി ഓർത്ത് വെക്കുക. അപ്പോൾ ഇത് സീരിയസ് ആണെങ്കിൽ നിങ്ങൾക്കൊരു ഗൈഡൻസ് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഒരു മെന്റർഷിപ്പ് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അപ്പം ഞാൻ ഈ ഒരു സെഷൻ, ഈ ഒരു വീഡിയോ കൺക്ലൂഡ് ചെയ്യുകയാണ്. കൃത്യമായിട്ടുള്ളൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത്. കൃത്യമായിട്ടൊന്ന് ആലോചിക്കുക, വെദർ കണ്ടിന്യൂ ചെയ്യണോ, അല്ല കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ ഇനി എങ്ങനെ ചെയ്യണം എന്നുള്ളതിനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ളൊരു ഐഡിയ നിങ്ങൾ ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾക്കൊരു ഗൈഡൻസ് വേണമെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്. അപ്പം നമുക്ക് അടുത്തൊരു കാണാം. അതുവരെ ഗുഡ് ബൈ, ഓൾ ദി ബെസ്റ്റ്.